ലോക ശ്രദ്ധ നേടുന്ന ഇന്ത്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജാണ് എയിംസ് ഡൽഹി. എയിംസ് ഡൽഹിക്ക് പകരം വെക്കാൻ മറ്റൊരു നാമമില്ല. കേരളത്തിൽ നിന്ന് ഇന്നോളം നിരവധി മലയാളി വിദ്യാർത്ഥികളെ എയിംസ് ഡൽഹിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ബ്രില്യന്റിനുള്ള സ്ഥാനം അത്രമേൽ വലുതാണ്. ആയിരക്കണക്കിലധികം വിദ്യാർത്ഥികളെ എയിംസ് ഡൽഹിയിൽ എത്തിക്കാൻ ബ്രില്യന്റിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ ഫിലമോൻ ചേരുന്നു. ബ്രില്യന്റിലെ ഇന്റഗ്രേറ്റഡ് ബാച്ച് വിദ്യാർത്ഥിയായിരുന്ന ഫിലമോൻ 705 മാർക്ക് നേടി കേരള 4ാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ഫിലമോൻ 2020 ബ്രില്യന്റിന് അഭിമാനമായതും എയിംസ് ഡൽഹിയിൽ പ്രവേശിച്ചതും. 2018-2020 ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ സാപ്സിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് എന്നൊപ്പം ഉള്ളത് ഫിലമോൻ കുര്യാക്കോസ്. ഇന്ന് അദ്ദേഹം ഡോക്ടർ ഫിലമോൻ ആണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിലെ ഇന്റേൺ ആണ്. അപ്പോൾ ഡൽഹി സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ എയിംസ് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എയിംസിനെ കുറിച്ചും ഇവിടുത്തെ ജീവിത രീതിയെ കുറിച്ചും എങ്ങനെയാണ് ഇവിടെ എത്താൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ കുറിച്ച് നമ്മുടെ ഫിലമോൻ നമുക്കൊന്ന് പറഞ്ഞു തരും. താങ്ക് യു മാം. ഞാൻ ഫിലമോൻ കുര്യാക്കോസ്, ഇന്റേൺ ഇവിടെ എയിംസ് ന്യൂ ഡൽഹിയിൽ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കറന്റ്ലി എൻ്റെ 5th ഇയർ ഫൈനൽ ഇയറിലാണ്. ബ്രില്യൻ്റിൽ നിന്നുള്ളൊരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പല സ്വപ്നങ്ങളും ഉണർന്നു വരുന്ന ഒരു ശബ്ദമാണ് ബ്രില്യൻ്റ്. എന്തും ഏതും നമ്മൾ അത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് ബ്രില്യൻ്റ്. ആ ഒരു 2 വർഷം ഞാൻ ഉണ്ടായിരുന്ന 2018 തൊട്ട് 2020 വരെ ഉണ്ടായിരുന്ന 2 വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒരു റിമാർക്കബിൾ ജേർണിയിലോട്ട് എന്നെ നയിച്ചത് ബ്രില്യൻ്റിൻ്റെ ആ 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിരുന്നു. അതിനോടൊപ്പം എൻ്റെ സ്കൂളിങ്ങും സാപ്സിൽ തന്നെ മാം അറിയിച്ച പോലെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് ബ്രില്യൻ്റിനോടും സാപ്സിനോടും ചേർന്ന് പഠിക്കുവാനും ഇവരുടെ മോഡൽ എക്സാംസും ടീച്ചേഴ്സും മാറി മാറി ഒരേ കോൺസെപ്റ്റ് പലവട്ടം. ബയോളജി എനിക്ക് ഓർമ്മ വെക്കാൻ ഒത്തിരി പാടുപെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ബയോളജി. പക്ഷെ ഞങ്ങളുടെ ബയോളജി ടീച്ചേഴ്സ് പലവട്ടം ഒരു കാര്യം പഠിപ്പിക്കുകയും ഞങ്ങളുടെ ടെസ്റ്റിൽ അതേ ക്വസ്റ്റ്യൻ പിന്നെയും വരുമ്പോൾ ഞങ്ങളത് ഓർത്ത് എഴുതുകയും ചെയ്യാൻ പറ്റിയപ്പോൾ ഞങ്ങൾ ആ പല കാര്യങ്ങളും അത് മനസ്സിൽ പതിഞ്ഞു. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെ പലവട്ടം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള സഹപാഠികളിലൂടെ എക്സാം എഴുതുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു ലെവല് മനസ്സിലാകാൻ പറ്റുന്നത്. അതിൽ ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മുമ്പോട്ട് തന്നെ പോകാൻ കഴിയും. അത് കഴിഞ്ഞ് ഇവിടെ വന്ന 4 വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടുത്തെ അക്കാഡമിക്സ്, ഇവിടുത്തെ സ്പോർട്സ്, ഇവിടുത്തെ കോ കരിക്കുലർ, ഇവിടുത്തെ ഫ്രണ്ട്സ്, ഇവിടുത്തെ സീനിയേഴ്സ്, ഇവിടുത്തെ മെസ്സ് തൊട്ട് എല്ലാ കാര്യങ്ങളും ഒത്തിരി വിവരിച്ച് പറയാൻ കാര്യങ്ങളുണ്ട്. എന്നാൽ പറയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ സീനിയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ വെൽക്കം ചെയ്യാൻ. ബ്രില്യന്റിൽ തന്നെ ഞങ്ങളുടെ തന്നെ മലയാളി സീനിയേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ കാര്യം പറഞ്ഞു തരാനും അവരുടെ ഹെൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരു അവേ ഫ്രം ഹോംന്നോ, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഡൽഹി ഒരു അവേ ഫ്രം ഹോംന്നോ ഒരു പുതിയ സ്ഥലമായിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേരൻസ് ഇല്ലായിരുന്നു, എൻ്റെ അനിയനില്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കുമ്പോൾ പോലും ഒരു ആംബിയൻസ്, ഒരു ഹോം ഫീലിംഗ് പലപ്പോഴും ഉണ്ടായിരുന്നു. അതിന് ബ്രില്യന്റിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കൂടാതെ 2nd, 3rd ഇയർ ഒക്കെ വന്നപ്പോൾ കൂടുതൽ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കിടുവാനും എനിക്ക് സഹായിച്ചു. സൊസൈറ്റീസിലും ഞങ്ങളുടെ മെഗാ ഫെസ്റ്റ് ആയ പൾസിലും ഒക്കെ പാട്ടെടുക്കുവാൻ എനിക്ക് ഇടയായി. അതുപോലെ വന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ എക്സാംസ്. ഒബ്വിയസ്ലി നമ്മുടെ ഏത് എക്സാമും നമുക്കൊരു സ്ട്രെസ്സിന്റെ സമയമാണ്. എല്ലാ എക്സാമും, അതിപ്പം MBBS എക്സാം ആണെങ്കിലും IAS എക്സാം ആണെങ്കിലും നീറ്റിന്റെ എക്സാം ആണെങ്കിലും അതോ നമ്മുടെ ചെറിയ മോഡൽ എക്സാം, യൂണിറ്റ് ടെസ്റ്റ് എന്താന്ന് പറഞ്ഞാലും നമുക്ക് ഒരു പലവട്ടവും പേടി സ്വപ്നമാണ്. ബട്ട് അതിൽ നമ്മൾ കാമായിട്ട് നമുക്കുള്ള സമയം നമ്മൾ മൊത്തം ഉപയോഗിക്കുന്നതാണ് നമുക്ക് എപ്പോഴും വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നത്. അതിനോടൊപ്പം അത് ഞാൻ തന്നെയല്ല, ഇവിടെയുള്ള പലരും അത് തന്നെ നിങ്ങളോട് പറയും. ചിലപ്പോൾ ഒരു രാത്രി മുമ്പ് ഒന്നും പഠിച്ചിട്ടുണ്ടാവുകയില്ല, ചിലപ്പം പല കാര്യങ്ങളും നമുക്ക് പുതുതായിട്ട് പഠിക്കേണ്ടി വരും. എന്നാലും ആ സമയം ഉപയോഗിച്ച് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുമ്പോൾ അത് ഒരു വളരെ വലിയ വിജയത്തിലോട്ട് നമ്മളെ എല്ലാവരെയും നയിക്കും. ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടേഴ്സ് തൊട്ട് ഫാക്കൽറ്റീസ്, ഞങ്ങളുടെ സ്റ്റാഫ് ടീച്ചേഴ്സ് ആയിരുന്ന ക്ലാസ് ടീച്ചർമാര്, ഞങ്ങളുടെ ഏരിയ കോർഡിനേറ്റേഴ്സ്, ഞങ്ങളുടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് സ്റ്റാഫും ഞങ്ങൾക്ക് വളരെ ഉപയോഗമായിരുന്നു. ഇപ്പോഴും പലപ്പോഴും അവരുമായിട്ട് മെസ്സേജ് ഇടാനും കാണുവാനും പരിചയപ്പെടാനും ഒക്കെ വളരെ നല്ല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എല്ലാവരെയും കണ്ടതിലും സംസാരിക്കുന്നതിലും ഒക്കെ വളരെ സന്തോഷം എനിക്ക് ഉണ്ടായി. എയിംസിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഇന്റേൺ ആണ്.
ഈ വർഷം ഇവിടെ പല ഡിപ്പാർട്ട്മെന്റ്സിൽ മാറി മാറി ഞാൻ വർക്ക് ചെയ്യും. ആദ്യമായി എനിക്ക് മെഡിസിനിൽ 15 days ഉണ്ടായിരുന്നു, പിന്നെ സർജറിയിൽ, ഇതുപോലെ ഒബ്സ്കൈനി പീഡ്സ്, ഇതുപോലെ എല്ലാ സ്ഥലത്തും മാറി മാറി വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് എൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഞാൻ പോകുന്നത്. ഞങ്ങളുടെ PG അതിനോടും എക്സാം ഉണ്ട്, അതിനുവേണ്ടിയും പഠിക്കണം. ലൈഫ് ഒരിക്കലും ഒരു കാര്യം കൊണ്ടും തീരുന്നില്ല. ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അടുത്ത പടിയിലേക്ക് നമ്മൾ മുമ്പോട്ടാണ്. നിങ്ങൾ 11th നിങ്ങൾക്ക് ഒരു സീറ്റ് വേണം. നിങ്ങൾ MBBS ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PG സീറ്റ് വേണം. PG ചെയ്യുമ്പോൾ അടുത്തത് DM ഒരു സീറ്റ് വേണം. ലൈഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ബട്ട് ഓൾവേസ് റിമെമ്പർ യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് യു. വേറെയും ഒരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എയിംസ് ഡൽഹിയിൽ നിന്നാണ്. അത് ഞങ്ങൾക്ക് ബ്രില്യൻ കുടുംബാംഗങ്ങൾക്ക് എയിംസ് വരെ വരാൻ സാധിച്ചത് ഫിലമോൻ എന്ന ഈ ഡോക്ടറിന്റെ, ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ സാപ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി, ആ മകൻ ഇന്നതേ വളർന്നു വലുതായി ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് എയിംസ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യിപ്പിച്ച് ഞങ്ങൾക്കൊരു വാം വെൽക്കം അറേഞ്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് ഇത് ചെയ്യുമ്പോൾ വന്ന വഴി മറക്കാതിരിക്കുകയും എന്താണ് നാം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഈ മനസ്സിന് എന്റെ പേരിൽ മാത്രമല്ല എൻ്റെ ബ്രില്യൻ കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദി മോനെ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.